ഡിയർ സ്റ്റുഡൻസ് ലിസൺ. എങ്ങോട്ടാണ് നോക്കുന്നത്? ഇങ്ങോട്ട് നോക്കടാ. രാവിലെ തന്നെ തുടങ്ങിയോടാ. നിനക്കെന്താ മോളെ? ഇനി വാ. പാഠം പഠിക്കാൻ പറഞ്ഞ പാവാടയിലാണോ എന്റെ കണ്ണ്? നിന്നെ എന്തിനാ സാർ അടിക്കുന്നേ? നീ ഈ സ്കൂളിൽ പഠിക്കാൻ വന്നാണോ അല്ലെങ്കിൽ ഈ പെണ്ണിനെ സൈറ്റ് അടിക്കാൻ വന്നാണോ? ഞാൻ ഇവിടെ സൈറ്റ് അടിക്കാൻ വന്നതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൻ നോക്കുമ്പോ എല്ലാം ഞാൻ കാണുന്നുണ്ട് സാർ. കേട്ടില്ലേ സാർ? ഇവിടെ ഞാൻ കാണുന്നത് കൊണ്ട് എന്നെ കാണുകയാണോ അല്ലെങ്കിൽ ഇവിടെ എന്നെ സൈറ്റ് അടിക്കുകയാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം സാർ? ഇവിടെ കമ്പനി തരാന്ന് വിചാരിച്ചു പോയി, അത്രേ ഉള്ളൂ. ഇവളാണെങ്കിൽ നിങ്ങളോടൊന്ന് കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തു. ഒരു കാര്യം ചെയ്യും സാർ, ഇവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ പറയും സാർ. എങ്ങനെയുണ്ട്? ഇവിടെ തന്നെ ഇപ്പോഴും നോക്കുന്നുണ്ട് സാർ. കൂടുതലായി കൺഫ്യൂസ് ചെയ്യുന്നല്ലോ സാർ. ഒരു സർക്കുലർ ഉണ്ട് സാർ. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തെളിയിച്ച് പറഞ്ഞുതരാം. അറ്റൻഡർ അഞ്ജലി, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യൂ. പറയുന്നേ. സാർ എങ്ങനെയുണ്ട്? കരുത്തിട്ടാണെങ്കിലും കാണാനൊക്കെ കൊള്ളാം. അഞ്ജലി എങ്ങനെയുണ്ട്? തരക്കേടില്ല. അങ്ങനെയാണോ? അഞ്ജലി, ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, മെല്ലെ 4 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കേ. ടേൺ എന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞ് സാറിന് ഒരു റൊമാൻസ് ലുക്ക് വിട്ടില്ലേ? പിന്നെയും 4 സ്റ്റെപ്പ്, ഒരു ടേൺ, ഒരു ലുക്ക്, പിന്നെയും 4 സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? ഓക്കെ. സ്റ്റോപ്പ് അഞ്ജലി. മോനെ അശോക്, പറയൂ സാർ. പ്ലീസ് ഇന്നൊരു 4 സ്റ്റെപ്പ് കൂടെ നടക്കാല്ലോ. ഇപ്പൊ മനസ്സിലായോ സാർ? ഇതുപോലത്തെ ഒരു ഫിഗറിനെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് സൂപ്പറായി വർക്കൗട്ട് ആവുന്നില്ലേ? ഗീതനെ പോലുള്ള ഒരു അടിപൊളി ഫിഗറിനെ കണ്ട എനിക്ക് എങ്ങനെയുണ്ടാകും? അശോക് പറഞ്ഞത് ശരിയാ. എന്ത് ശരി? ഞാൻ നിന്നെ 6 മാസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നിന്നെ നോക്കുന്നുണ്ടോന്ന് നീ നോക്കേണ്ടതല്ലേ? എന്താ നോക്കാത്തെ? എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് നോക്കുന്നില്ല. അശോകിന് ഇഷ്ടമാണ് അതുകൊണ്ട് നോക്കുന്നേ. നീ പോടി. എന്തിനാ അവനെ വഴക്കുറയുന്നേ? നീയും അശോകിനെ ലവ് ചെയ്യുന്നുണ്ട്, അതാണ് സത്യം. ലവ് ചെയ്യാൻ ഞാൻ നിന്നെ പോലത്തെ പെമ്പിളറൊന്നും അല്ല. ഞങ്ങളെ പോലെ അല്ലെന്നോ? ഞങ്ങളെ പോലെ തന്നെ നീയും. നിനക്കെന്താ വല്ല കൊമ്പും മുളച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഈ പ്രായത്തില് അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ വന്നാലല്ലേ പെണ്ണാവാ. ഞാൻ പറഞ്ഞത് വേറെയാ. അപ്പൊ നിനക്കെന്താ കുഴപ്പമുണ്ട്? പോടി. എനിക്കെന്താ കുറവുള്ളത്? കുറവുണ്ടെങ്കിൽ പ്രണയം വരില്ലേ? എന്നെ നോക്കുന്നുണ്ടോ? തോന്നലാണല്ലേ? എന്നെ നോക്കുന്ന പോലെ തന്നെയുണ്ടല്ലോ. ഒതുക്കിയിരുത്ത്. നീ മോളിൽ കയറി ചെക്ക് ചെയ്തേ. എല്ലാവരും ടിക്കറ്റ് എടുത്തേ. കുറച്ച് മുമ്പേ വന്നൂടായിരുന്നു സാറേ. കഴിഞ്ഞ ഷോപ്പിൽ ഇറങ്ങിപ്പോയത്. അത് നീ നോക്കിക്കോ, ഇത് എന്റെ കാര്യ കേട്ടാ. ബസ്സിന്റെ ടിക്കറ്റ് ചോദിച്ചാലും അകത്തുള്ള കാര്യം ചോദിക്കട്ടെ. പഠിത്തം മാത്രമല്ലാണ്ട് വേറെ എന്തൊക്കെയോ ചെയ്യണ്ടെന്നുണ്ടല്ലോ. ടിക്കറ്റ് എടുക്കടാ. ടിക്കറ്റ് വേണമെങ്കിൽ കണ്ടക്ടറോട് ചോദിക്കുക, എന്നോട് തിരി ചോദിക്കുന്നത്. എടാ വരുന്നത് വിത്തൗട്ട് ടിക്കറ്റ്, ഇതിന് ഇത്രയും അളുമ്പും കൂടെ. എടേ നീയൊക്കെ ചെന്ന് വണ്ടി കയറ്. നീ വാ, നീ വന്നിട്ട് ജീപ്പിൽ കയറ്. എന്താ സാർ? സാറേ, ഓ
ഒരൊറ്റ പെൺകുട്ടി അത്ര ടിക്കറ്റ് എടുത്തിട്ടില്ല. ആരാണെങ്കിലും ഇറക്ക് പോലീസിൽ കൊടുക്കാം. ഫ്രണ്ട്സ്, ഇതിന്റെ പേരാണ് വിത്തൗട്ടിൽ ടിക്കറ്റ് എടുക്കുന്നതെന്ന്. അതൊക്കെ നേരത്തെ ടിക്കറ്റ് എടുക്കാണ്ട് വരുമ്പോ ആലോചിക്കണെന്ന്. ബസ്സിൽ കയറാൻ മാത്രം ചാടി പിടിച്ച് കയറണ്ടല്ലോ. ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല നിൽക്കുന്നു. സാറേ നമസ്കാരം സാറേ. കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇനി ഇങ്ങനെ ചെയ്യില്ല സാർ. എന്താ നോക്ക് സാർ, നിങ്ങളാണ് സാർ ഞങ്ങളെ പോലെയുള്ള സ്റ്റുഡൻസിനൊക്കെ ഹീറോ. ഇതുവരെ പ്രണയിച്ച 50 ജോഡിയെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച ലോക്കൽ MLA മോളെയും ഓട്ടോ ഡ്രൈവറെയും കല്യാണം കഴിപ്പിച്ച് നിങ്ങൾ എന്റെ മനസ്സിൽ സ്ഥാനം നേടി സാർ. ആരാ ഇവര്? ബസ്സിൽ ടിക്കറ്റ് ഇതാണോ എടുക്കാണ്ട് ആ ഇൻസ്പെക്ടർ? ഞാൻ ഇവരെ കുറിച്ച് നിറയെ കേട്ടിട്ടുണ്ട്. സാറ് നിങ്ങളെ പറഞ്ഞേക്കാൻ പറഞ്ഞു. ചെയ്ത തെറ്റിന് നിങ്ങൾ 4 ഏത്തോട്ട് പോക്കോളാൻ പറഞ്ഞു. സാർ, ചെവി പിടിക്കടാ. നിങ്ങൾ ആള് കൊള്ള സാർ. എടാ നിന്റെ ചെവി പിടിക്കടാ. ആ ഏത്തോട്. അശോക്, സാർ 50 മാർക്കേ ഉള്ളൂ. ഇനിയും ശ്രദ്ധിക്കണം. അത് എനിക്കെന്നെ അറിയാം സാർ. ഡേയ്, പഠിത്തത്തിലാ പറഞ്ഞത്. കുഞ്ചുമണി, ഡേയ് കൈഷടാണോ അത്? എങ്ങനെയാടാ തിരുത്താ ഇതിനെ? ഇപ്പൊ മനസ്സിലായ സാറേ, എന്നെ മാത്രല്ല എന്റെ പേപ്പറും ആർക്കും തിരുത്താൻ പറ്റില്ല. നിന്നൊക്കെ തല്ലണോടാ. അടിച്ചു മാറ്റാന്ന് വിചാരിക്കല്ല സാറേ, സ്നേഹത്തോടെ മാറ്റാൻ ശ്രമിക്കൂ. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ തെറ്റാ സാറേ. എല്ലാം അറിയുന്ന സാറിന്റെ അടുത്താണ് ആൻസർ പേപ്പർ, ഒന്നും അറിയാത്ത ഞങ്ങളുടെ അടുത്താണ് ക്വസ്റ്റ്യൻ പേപ്പർ. അല്ലേ ഫ്രണ്ട്സ്? റൈറ്റ് അല്ലേ? ഡേയ്, ഇങ്ങനെ തടിച്ചിരുന്നല്ലേ ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ തോന്നൂ. അവിടെ ഇരിക്കടാ തടിയാ. ഡേയ്, നീ വെറും 10. എടാ 10 വാങ്ങിക്കാൻ നിങ്ങൾക്കൊക്കെ നാണാവുന്നില്ലേ? സാറ് ഇതിലെ കാര്യം സാറ് തന്നെയല്ലേ? അതെങ്ങനെടാ? അതെ സാറേ, കഴിഞ്ഞ മന്ത്ലി എക്സാമിൽ ഞങ്ങൾ രണ്ടുപേരും 60 മാർക്ക് വാങ്ങിച്ചല്ലേ. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ? 90 മാർക്ക് വാങ്ങുന്ന ഈ പെൺകുട്ടികളെ ഫോളോ ചെയ്യാനല്ലേ എന്ന് പറഞ്ഞത്. ഞങ്ങളും ഫോളോ ചെയ്തു. 60 മാർക്കിന്ന് 10ലേക്ക് വന്നു. ഇപ്പൊ സന്തോഷായില്ലേ? ഇരിക്കടാ സൈലൻസ്. ക്ലാസ് ബസ് നമ്മുടെ ഗീത 99. താങ്ക് യു സർ. താങ്ക് കൺഗ്രാറ്റ്സ്. യു സോ മച്ച്. അതെ താങ്ക്സ്. ഗീത, നീ എങ്ങനെയാ ഇത്രയും മാർക്ക് എടുക്കുന്നെന്ന് ഈ പിള്ളേർക്കൊന്ന് പറഞ്ഞു കൊടുക്കാവോ മോളെ? ഞാൻ ഈ മാർക്ക് വാങ്ങാൻ വേണ്ടി രാപ്പകൽ ഒരുപാട് കഷ്ടപ്പെട്ടു. സാർ, ഒരു ചെറിയ തത്വം പറയട്ടെ. പറഞ്ഞു തുലക്കി. വെള്ളം ചേർക്കാതെ അടിക്കുന്നവനും രാത്രിയും പകലും പഠിക്കുന്നവളും നന്നായി ജീവിച്ച ചരിത്രമേ ഇല്ല. മതി. എന്തിനാടാ? ഗീതി നീ വീഴ്ത്തിന്ന് കേട്ടല്ലോ. എടാ, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ലടാ. അവള് നിന്നെ നോക്കുന്നുണ്ടല്ലോ. അവൾ എന്നെ പ്രണയിക്കാൻ നോക്കുകയാണോ അല്ലെങ്കിൽ സാറിനോട് കംപ്ലൈന്റ് ചെയ്യാൻ നോക്കുകയാണോ എന്ന് ആർക്കറിയാം. അപ്പൊ നിങ്ങൾക്കുള്ളിൽ ലെവല്ലേ? അറിയില്ല. ഗിരിജ, കാറ്റ് ശരിയോ തെറ്റോ? ശരി. അപ്പൊ ഇവൻ കാറ്റ് ചെയ്യാൻ നോക്കുമ്പോ നീ എന്താ തെറ്റാന്ന് പറയുന്നേ? ഒന്ന് പോടാ തടിയാ. അവള് തെറ്റാടാ. നീ പറഞ്ഞ ശരിയാടാ. ഞാൻ കംപ്ലൈന്റ് ചെയ്യാനല്ല, അശോകനെ സ്നേഹിക്കുന്നതാണെന്ന് എങ്ങനെയാ അവന് മനസ്സിലാക്കുന്നതെന്ന്. എവിടെ പോയവൻ? എന്തു പറ്റി? BBC ന്യൂസിൽ പറഞ്ഞാണായിരിക്കുമല്ലോ. എന്നെ ഡ്രോപ്പ് ചെയ്യേ. എന്ന ഒരു കണ്ടീഷൻ, നീ മുന്നിലിരിക്കണം. നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാമോ? നീ നോക്കി നോട്ടത്തിൽ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാൻ തന്നെ അറിയില്ല. നിന്റെ കൂടെ ബൈക്കിൽ ഡബിൾ സൈഡ് കാലിട്ടിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അത്രയല്ലേ ഉള്ളൂ. റെഡിയാക്കിയേക്കാം. ട്ടാ. ഞാൻ തടിയായിരിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഹേയ്, അങ്ങനെയല്ലേ. ഞങ്ങൾ രണ്ടുപേർക്കും ഇതാണ് സൗകര്യം. എന്നാ ശരി. എന്താ പറ്റിയത്? നീ എന്തു പ്ലാൻ ചെയ്യുന്നുണ്ട്? ഞാൻ എന്ത് പ്ലാൻ ചെയ്തു?
പിന്നെ എന്തിനാ അവൻ ഗുണ്ടായതുകൊണ്ട് നിനക്ക് ഒരുപാട് നല്ലതാന്ന് നീ പറഞ്ഞത്? ഊട്ടിയിൽ തണുപ്പായത് കൊണ്ട് കുറച്ച് അടുത്തിരുന്ന തണുക്കില്ലെന്ന് തോന്നി, അത്രേ ഉള്ളൂ. നീ കള്ളോ പറയുന്നത്? വേറെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് പ്ലാൻ ചെയ്തുന്നാ? നീ വളരെ വൃത്തിയിട്ടവനാ. പോ, എന്നോട് സംസാരിക്കണ്ട. എല്ലാവരും റെഡിയല്ലേ? എല്ലാം റെഡിയാ മേജറെ. ഇനി 2 മിനിറ്റിൽ അശോക് കൂടെ എത്തും. ഡാൻസും പാട്ടും അടിപൊളിയായിരിക്കണം. നമ്മൾ നോക്കി ആടിക്കടാ. കാലായല്ലോ ഈ വഴിയൊക്കെ കണ്ടിട്ട്. എപ്പോ വന്നാലും നിന്റെ കുതിര തിരക്കാണല്ലോ, അതാണ് വരാൻ പറ്റാതിരുന്നത്. എത്രക്ക് തിരക്കാണെങ്കിലും നിങ്ങൾ എന്നാ വന്നിട്ട് അങ്ങനെയാണോ? എന്ത് പുതിയ കാര്യങ്ങളൊക്കെ പറയണേ? എന്റെ അടുത്തുള്ളതെല്ലാം പുതിയത് തന്നെ. മേജറെ ഇനി വാടോ. ഇത് എന്ത് കുതിരയാണ്? നമ്മുടെ അശോക് നാട്ടിൽ നിന്ന് വരുന്നു പറഞ്ഞിട്ട് ബസ് ബാമാരുക്കുന്ന 2 എണ്ണത്തിനെ ഇറക്കിയിട്ടുണ്ട്. അവളുമാരാട്ടം ബസ് ബാമാരുക്കോ? അതേടോ, അവള് ജനിച്ച് ബസ്സില്, പഠിച്ചത് ബസ്സില്, വളർന്നത് ബസ്സില്, ബസ്സില് ഡാൻസ് കളിച്ച് അവള് ബസ്സിന്റെ ഓണറായി. അശോക് പേരക്കുട്ടി എങ്ങനെ ശരിക്കുന്നു കണ്ടില്ലേ? ഇതൊക്കെ അറിഞ്ഞോണ്ട് തന്നെയാ എന്റെ ചേച്ചി നേരത്തെ തന്നെ മുകളിലേക്ക് അങ്ങോട്ട് പോയത്. അയ്യോ ഇവനെ. പിന്നല്ലാണ്ട് ഇതൊക്കെ സെന്റിമെന്റ് പറയുന്ന സമയാ. 3-4 വിദേശ കുപ്പിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇരിക്കുന്നുണ്ട് അശോക്. എടോ മേജറെ, ഞാൻ തന്നെയാ. ഞാൻ കുപ്പിയൊന്നും വാങ്ങിയിട്ടില്ല. പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. വിട്. നീ എങ്ങോട്ടാ തന്നെ കൊണ്ടുവന്നേ? അതും കിടക്കടാ. എന്ത് ഗുളിക? ഏത് ഗുളിക? എടാ, ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം നയാഗ്ര. ആ നയാഗ്രയെ പറ്റി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വയാഗ്രയെ പറ്റി അറിയാത്തവർ ആരും ഉണ്ടാവില്ല. അതെ, അതൊക്കെ കഴിച്ചാലേ ആർക്കടിച്ച് പോയേക്കും. എടാ വരില്ല. എനിക്ക് നന്നായി ജീവിക്കാൻ വേണ്ടി ഞാനത് തന്നെ ജീവിക്കണത്. നീ എന്തിനാ തെറ്റിദ്ധരിച്ച് എന്നെ ടെൻഷൻ ആക്കണത്? നീയൊക്കെ ഒരു മേജറാണ്. പോകാം. പ്രായമറിയിക്കാത്ത പെണ്ണും വയാഗ്ര കഴിക്കാത്ത ആണും സന്തോഷമായിട്ട് ജീവിച്ച ചരിത്രമേ ഇല്ലടാ. ഗുളികയില്ല, മരുന്നുമില്ല. പിന്നെന്തിനാണ് ഈ ബാഗ് ഉടച്ചത്? അവന്റെ ഒരു ബാഗ് എന്തിനാണ്?